സംസ്ഥാനത്ത് മഴ ശക്തമാകും എന്ന മുന്നറിയിപ്പ് ഇന്ന് 8 ജില്ലകൾക്ക് യെല്ലോ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് ഇന്ന് യെല്ലോ മുന്നറിയിപ്പ് ഉള്ളത്. നാളെ 9 ജില്ലകൾക്ക് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശാലിനി ചേരുന്നു വിവരങ്ങളുമായി. ശാലിനി, ഈ മഴ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള മുന്നറിയിപ്പിൽ മനസ്സിലാകുന്നത്. ഇന്ന് വിവിധ ജില്ലകൾക്ക് യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, പത്തനംതിട്ട, ഒപ്പം തന്നെ എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഉൾപ്പെടെയുള്ള ജില്ലകൾക്കാണ് ഇന്ന് യെല്ലോ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുള്ളത്. നാളെ 9 ജില്ലകൾക്കും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യെല്ലോ അലർട്ട് തന്നെയാണ് നാളെയും ഉള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകൾക്കും കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകൾക്കുമാണ് നാളെ യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് വരുന്ന 5 ദിവസം സംസ്ഥാനത്ത് നൽകിയിട്ടുള്ളത്. ഇന്നു മുതൽ ഒക്ടോബർ 1 വരെയുള്ള തീയതികളിൽ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. അടുത്ത 3 മണിക്കൂറിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിലും ഇടിയോടുകൂടിയ മഴയ്ക്കും 40 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ട് എന്നും മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാനത്തിന്റെ തെക്കൻ തീരങ്ങളിൽ പ്രത്യേകിച്ച് കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ട് എന്നും മുന്നറിയിപ്പിൽ ചൂണ്ടിക്കാട്ടുകയാണ്. ഇന്ന് രാത്രി 11:30 വരെ 0.5 മുതൽ 1.0 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്ക്, അതായത് കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ട് എന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുകയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നുള്ളതും തീരദേശ മേഖലയ്ക്ക് ഒരു മുന്നറിയിപ്പായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുകയാണ്. ശ്രീലങ്കയ്ക്ക് സമീപത്തുള്ള ഒരു ചക്രവാത ചുഴിയാണ് ഇത്തരം മഴയ്ക്ക് കാരണമെന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അനൌദ്യോഗികമായി അറിയിക്കുന്നത്. പക്ഷെ ഔദ്യോഗികമായി കാലാവസ്ഥാ വകുപ്പ് ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. എങ്കിൽ പോലും ഒരു ചക്രവാത ചുഴി ശ്രീലങ്കയ്ക്ക് സമീപമായി നിലകൊള്ളുന്നതും സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയായി കാണുന്നുണ്ട്. എന്തായാലും അതീവ ജാഗ്രത പുലർത്താൻ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുകയാണ്. മത്സ്യബന്ധന തൊഴിലാളികൾക്കും ഒപ്പം തന്നെ തീരദേശ മേഖലകളിലും മലയോര മേഖലകളിൽ താമസിക്കുന്നവരും അതീവ ജാഗ്രത പാലിക്കണമെന്നും സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്നൊരു മുന്നറിയിപ്പ് കൂടി ഈ ഘട്ടത്തിൽ നൽകുന്നുണ്ട്. ലക്ഷ്മി.